എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ കവാക്കി ആയിരിക്കും കാണിക്കുക. അൺകോൺഷ്യസ് ആയിട്ടുള്ള കവാക്കിയെ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് തിരികെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. അവൻ അവൻ്റെ പഴയ സെല്ലിൽ തന്നെ ബോധമില്ലാതെ അങ്ങനെ കിടക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ യങ് കവാക്കി ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് വിറകൊക്കെ ശേഖരിക്കുകയാണ്. വലിയ വലിയ കട്ടകളും മരക്കഷ്ണങ്ങളും ഒരുപാട് നേരം കഷ്ടപ്പെട്ട് അവൻ വെട്ടി പീസുകളാക്കി മാറ്റി അവന്റെ വണ്ടിയിലെടുത്ത് വയ്ക്കും. അതിനുശേഷം ഒരല്പം വെള്ളം കുടിക്കാൻ അവനൊരു ക്യാൻ ഓപ്പൺ ചെയ്യും. പക്ഷെ അതിനകത്താണെങ്കിൽ വെള്ളമില്ല. ദാഹത്തിലും നല്ല വിശപ്പിലും അവൻ കളക്ട് ചെയ്ത വിറകുമായിട്ട് ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള ഒരാളുടെ കയ്യിൽ അവൻ ആ വിറകുകളെല്ലാം ഏൽപ്പിക്കും. ഐ എം സോറി, ഇന്ന് എന്നെ കൊണ്ട് ഒരുപാട് വിറകുകൾ കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. നാളെ തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ ഞാൻ കൊണ്ടുവരുന്നു പറയും. അതിനാളാണെങ്കിൽ തുച്ഛമായ പണം അവന് കൊടുക്കും. അവൻ ആ പണം കൊണ്ട് ഹാഫ് ബോട്ടിൽ മാത്രം ലിക്കർ ബോട്ടിൽ കടയിൽ നിന്ന് വാങ്ങുകയാണ്. നീ ഇന്ന് കൊണ്ടുവന്ന പണം വളരെ കുറവാണ്, അതുകൊണ്ട് ഹാഫ് ബോട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കൊടുത്തയക്കും. അത് ആക്ച്വലി കവാക്കിക്ക് അവന്റെ പപ്പയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അവൻ ആ ബോട്ടിലുമായി നടന്നു വരുമ്പോഴായിരിക്കും അടുത്ത് ഒരു ഷോപ്പില് അലങ്കാര മത്സ്യങ്ങളൊക്കെ അങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണുക. അവൻ ഒരുപാട് കൗതുകത്തോടു കൂടെ ആ മീനുകളെ നോക്കും. ഷോപ്പ് ഓണർ ആണെങ്കിൽ കവാക്കിയെ കണ്ട് അവനോട് പറയും, ഇതെല്ലാം ഗോൾഡ് ഫിഷ് ആണ്. ഗോൾഡ് ഫിഷ് വീട്ടിലേക്ക് കൊണ്ടുപോയ ഭയങ്കര ഐശ്വര്യമാണ്. ഒരുപാട് പണമൊക്കെ വന്നു ചേരും. നീയാണ് ഇന്നത്തെ എന്റെ ഫസ്റ്റ് കസ്റ്റമർ. സോ നിനക്ക് എത്ര ഫിഷാണ് വേണ്ടേന്ന് ചോദിക്കും. കവാക്കിയാണെങ്കിൽ തല താഴ്ത്തി അങ്ങനെ നിൽക്കും. ഐ എം സോറി, ആക്ച്വലി എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. പണം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഞാനിത് വാങ്ങും. അക്കാരനാണെങ്കിൽ ചിരിച്ച് അവന്റെ തോളത്ത് തട്ടും. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ദിവസം ഇവിടെ വലിയൊരു ഫിഷ് എക്സ്പോ നടക്കാൻ പോവാണ്. ഇത് എൻട്രൻസ് കാർഡാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കാണാമെന്ന് പറയും. അതിനവനും ഓക്കെ പറഞ്ഞ് ആ ഡ്രിങ്ക്സ് ബോട്ടിലുമായി അവിടുന്ന് ഓടിപ്പോവും. ഉടനെ കവാക്കി ആണെങ്കിൽ ആ മരക്കട്ടകൾ വിറ്റ ആള് ഇപ്പോ ആ ഫിഷ് ഷോപ്പിന്റെ ഓണറിന്റെ അടുത്തേക്ക് വരികയാണ്. ആക്ച്വലി ആ പയ്യന്റെ പേര് കവാക്കി എന്നാണ്. അതൊരു പാവം പയ്യനാണ്. അവന്റെ പപ്പ വർഷങ്ങൾക്ക് മുൻപ് നെഞ്ചയായിരുന്നു. ഇപ്പോ ആ ലൈഫൊക്കെ ഉപേക്ഷിച്ച് വീട്ടില് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. ഇവനാണ് അവന്റെ പപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം രാപകലെന്നില്ലാതെ അധ്വാനിച്ച് ചെയ്തു കൊടുക്കുന്നത്. അവൻ ഡ്രിങ്ക്സ് എത്തിക്കാൻ ലേറ്റ് ആയാൽ അവന്റെ പപ്പ അവനെ ഒരുപാട് ഉപദ്രവിക്കും. ഇതൊക്കെ കേട്ട് ഇപ്പോ ഫിഷ് ഷോപ്പിന്റെ ഓണർക്കും ഒരുപാട് വിഷമം തോന്നും. ഇവിടെ കവാക്കി അവനാണെങ്കിൽ ആ എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ നോക്കി പതിയെ വീട്ടിലേക്ക് കയറി വരികയാണ്. അവന്റെ പപ്പയാണെങ്കിൽ അവനെ കാണേണ്ട താമസം. യു ആർ അൺബിലീവബിൾ, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? ഡ്രിങ്ക്സ് കിട്ടാതെ ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. നീ ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണല്ലേ? അതിനവൻ പറയും, അയ്യോ ഇല്ല, ഞാൻ വളരെ വേഗം തന്നെ ജോലിയൊക്കെ തീർത്ത് ഡ്രിങ്ക്സുമായി ഇവിടേക്ക് എത്തി. എന്നോട് ക്ഷമിക്കണം, ഇന്ന് എനിക്ക് ഒരുപാട് വിറകുകൾ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സ് വളരെ കുറവാണ്. നാളെ തീർച്ചയായിട്ടും ഞാൻ ഇതിലും കൂടുതൽ ഡ്രിങ്ക്സ് ഇവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ കിച്ചന്റെ ഡോറൊക്കെ അൺലോക്ക് ചെയ്ത് അകത്തേക്ക് കയറുകയാണ്. ഉടനെ അവന്റെ പപ്പയാണെങ്കിൽ പോക്കറ്റിലുള്ള ആ ഒരു ടിക്കറ്റ് കാണും. അവന്റെ പപ്പയാണെങ്കിൽ ആ ടിക്കറ്റ് കണ്ട് ടെൻസ്ഡ് ആവും. ഓ, നീ ഇങ്ങനെ ഫിഷുകളുടെ ഒക്കെ പിന്നാലെ ഓടി നടക്കുകയാണല്ലേ? പ്രോപ്പറായിട്ട് പണിയൊന്നും ചെയ്യാതെ നിനക്ക് ഇവിടുന്ന് ഒരു തരി ഭക്ഷണം പോലും ഞാൻ തരില്ല. സോ പണിഷ്മെന്റായി നിനക്ക് ഫുഡില്ല എന്ന് പറയും. കവാക്കിയാണെങ്കിൽ ഒരുപാട് വിശപ്പിലും ദാഹത്തിലും വിഷമത്തിലും ഇപ്പോ അവന്റെ റൂമിൽ പോയി കിടക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കവാക്കി ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ കാട്ടിലേക്ക് വന്ന് വിറക് വെട്ടുകയാണ്. ഓൾറെഡി അവൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവനിപ്പോൾ നല്ല രീതിയിൽ ടയേർഡാണ്. കിട്ടിയ തുച്ഛമായ ക്യാഷ് കൊടുത്ത് വീണ്ടും അവൻ അവന്റെ പപ്പയ്ക്ക് വേണ്ടി ഡ്രിങ്ക്സ് മേടിക്കും. പക്ഷേ അത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞും ഒരുപാട് കുറവാണ്. അവൻ കിട്ടിയ ഡ്രിങ്ക്സുമായി നടന്നു വരുമ്പോഴായിരിക്കും ഒരു മെഡിക്കൽ ടീം അവന്റെ അടുത്തേക്ക് വരിക. ഹലോ, നീയും ഈ ഒരു ഗ്രാമത്തിലുള്ള ആളല്ലേ? ഇവിടെ ഒരുതരം ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. സോ നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് കവാക്കി ആണെങ്കിൽ അവിടുന്ന് പേടിച്ചോടും. അടുത്ത നിമിഷം രണ്ട് കുട്ടികൾ കവാക്കിയുടെ മുൻപിലേക്ക് വന്ന് അങ്ങനെ ടെററായിട്ട് നിൽക്കും. കുട്ടികളാണെങ്കിൽ ഇപ്പൊ കവാക്കിയെ റാഗ് ചെയ്ത് അടിച്ച് താഴെയിടും. അത് കണ്ട ആ ഫിഷ് ഷോപ്പിലെ ഓണർ ആ കുട്ടികളെ രണ്ടുപേരെയും അവിടുന്ന് തല്ലി ഓടിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ആളോട് താങ്ക്സ് പറയും. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ അവന്റെ മുറിവിലെ ബ്ലഡ് അത് തുടയ്ക്കാനായിട്ട് ഒരു ചെറിയ തുണി കൊടുക്കും. അവന്റെ ബ്ലഡ് ഒക്കെ തുടച്ച് കുപ്പി കയ്യിലെടുക്കുകയാണ്. ഷോപ്പ് ഓണർ അവനോട് പറയും, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നോടൊപ്പം ചേരാം. നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് ഫിഷൊക്കെ സെയിൽ ചെയ്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കാം. അതിനവനാണെങ്കിൽ അയ്യോ ഇല്ല, എനിക്കൊരിക്കലും എന്റെ പപ്പയെ ഉപേക്ഷിച്ച് വരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അടുത്ത നിമിഷം ആ ഡെൽറ്റ പെണ്ണ് അവൾ അവിടേക്ക് വന്ന് അവന്റെ ബ്ലഡ് വീണ ആ ഒരു തുണി അത് കയ്യിലെടുത്ത് ചെക്ക് ചെയ്യാണ്. അവളാണെങ്കിൽ ആ ഒരു ടവല് അത് ജീവന്റെ അടുത്ത് എത്തിക്കുകയാണ്.
കട്ട് ചെയ്ത ഇവിടെ കവാക്കി അവൻ ആ ബോട്ടിലുമായിട്ട് വളരെ വേഗത്തിൽ പപ്പയുടെ അടുത്തേക്ക് പോകും. പക്ഷെ എന്താ, അവൻ കാല് തട്ടി താഴെ വീണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലിക്കർ ബോട്ടിൽ അതങ്ങനെ തകർന്നു പോവാണ്. കവാക്കിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരുപാട് പേടിയില് ഇപ്പോ ആ തകർന്ന ബോട്ടിലൊക്കെയായി അവന്റെ പപ്പയുടെ അടുത്തേക്ക് വരും. കൺട്രോൾ പോയ പപ്പ അവനെ അറഞ്ചം പുറഞ്ച അടിച്ച് കഴുത്തിൽ അങ്ങനെ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് തൂക്കിയെടുക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ലിക്കർ ബോട്ടിലും നീ നശിപ്പിക്കും. നീ ഇത്രയ്ക്കും ഇറസ്പോൺസിബിൾ ആയി മാറിയിരിക്കുകയാണ്. സോ നിനക്ക് കുറെ കൂടെ നല്ല പണിഷ്മെന്റ് വേണമെന്ന് പറഞ്ഞ് അവന് റൂമിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ഡോർ ലോക്ക് ചെയ്യാണ്. കവാക്കിയാണെങ്കിൽ വേദനയിലും വിശപ്പിലും അങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. അപ്പോ അവനൊരു ഹാലൂസിനേഷൻ പോലെ ചുറ്റും ഒരുപാട് ഗോൾഡ് ഫിഷുകൾ അവനെ റൗണ്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അവൻ അങ്ങനെ അവിടെ കിടന്ന് മയങ്ങി പോവാണ്. അതേസമയം പുറത്ത് ആരോ കാര്യമായിട്ട് ഡോറിൽ ലോക്ക് ചെയ്യും. കവാക്കിയുടെ പപ്പയാണെങ്കിൽ ഫുൾ കലിപ്പിൽ ആ ഡോർ വലിച്ചു തുറക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജീഗൺ ആണെങ്കിൽ കവാക്കിയുടെ പപ്പയോട് പറയും, ഐ ആം സോറി, ഞാൻ ഈ ടൈമിൽ വന്നത് അത് ശരിയായില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങും. ആ സമയം കഴിയുമ്പോൾ കവാക്കിയുടെ പപ്പയാണെങ്കിൽ അവനെ ലോക്ക് ചെയ്തിട്ടിരുന്ന റൂമിന്റെ ഡോർ തുറക്കുകയാണ്. കവാക്കി പേടിയോടുകൂടെ പതിയെ പുറത്തേക്ക് വരും. കവാക്കിയുടെ പപ്പ ഇപ്പൊ ജീഗനെ ചൂണ്ടിക്കാണിക്കും. ഈ ഒരു പയ്യന് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയധികം എമൗണ്ട് അത് തരാമെന്ന് പറയണേ? അത്ര എമൗണ്ടിന് ഇവൻ വർത്തുണ്ടോ ചോദിക്കും. കവാക്കിക്കാണെങ്കിൽ അപ്പോഴും ഒന്നും പിടികിട്ടില്ല. കവാക്കിയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ കവാക്കിയോട് പറയും, ഇനി മുതൽ നീ ഇവിടെ ജീവിക്കാനായിട്ട് പാടില്ല. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ പോണം. കവാക്കിക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. പപ്പ, നിങ്ങൾ എന്തായി പറയണേ? ഒരു ദിവസം ലിക്കർ ബോട്ടില് കൊണ്ടുവരാൻ സാധിക്കാത്തതിന് ഇത്രയും വലിയ പണിഷ്മെന്റ് എനിക്ക് തരണോ? ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. നാളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 2 ലിക്കർ ബോട്ടിൽ അങ്ങേക്ക് എത്തിച്ചു തരാം. അത് കേട്ട് കൺട്രോൾ പോയ അവന്റെ പപ്പയാണെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവൻ ബോധം കെട്ട് താഴെ വീഴുകയാണ്. ഈഗണാണെങ്കിൽ കവാക്കിയുടെ പപ്പയോട് പറയും, വൺസ് ഞാൻ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്കിവനെ തിരികെ കിട്ടില്ല. അതിന് പപ്പയാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എനിക്കിവനെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവനെ കൊണ്ടുപോവാം. ജീഗണാണെങ്കിൽ ബോക്സ് നിറയെ പണം കവാക്കിയുടെ പപ്പയ്ക്ക് കൊടുക്കും. ആൾ അത് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ജീഗൻ അവൻ കവാക്കിയുടെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചുയർത്തുകയാണ്. ഇന്നു മുതൽ ഞാനാണ് നിന്റെ പപ്പ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. കവാക്കിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അവൻ എന്താണ് സംഭവിക്കാൻ പോണതെന്ന് അവൻ അറിയില്ല. അതിന് ജീഗനാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാലമായി നീ കഷ്ടപ്പെടുകയല്ലേ. ഇനി നിനക്ക് എന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇത്രയും കാലവും നീ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും എന്നോടൊപ്പം നിനക്കുണ്ടാവില്ല. നമ്മൾ ഈ ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് ഒരു ഗുഹയുടെ അടുത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ട് ചെല്ലും. ഒരാണെങ്കിൽ ഗുഹയുടെ ഒരു പകുതി ഭാഗം എത്തുമ്പോഴേക്കും ഓപ്പോസിറ്റ് ആയിട്ട് ആ ഫിഷ് ഷോപ്പിന്റെ ഓണർ അങ്ങനെ നടന്നു വരികയാണ്. ഫിഷ് ഷോപ്പിന്റെ ഓണർ ആണെങ്കിൽ ഇപ്പൊ ജീഗനോട് ദേഷ്യപ്പെട്ട് പറയും, ഓ, നീ ഈ പയ്യനെ അടിച്ചു മാറ്റിയല്ലേ? ആക്ച്വലി അവൻ എന്റേതാണ്. മുൻപ് അവനെ കണ്ടത് ഞാനാണ്. സോ അവനെ എനിക്ക് വേണം. അവനെ വിറ്റ് കുറെ കാശുണ്ടാക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കവാക്കിയാണെങ്കിൽ അത് കേട്ട് ഞെട്ടി ഇപ്പൊ ആളെ തന്നെ അങ്ങനെ നോക്കും. ജീഗനാണെങ്കിൽ ഇപ്പൊ അവന്റെ സ്റ്റിക്കിൽ കയറി പിടിക്കും. അതിനുശേഷം കവാക്കിയോട് പുറത്തേക്ക് പോകാൻ പറയും. കവാക്കി അവനാണെങ്കിൽ പേടിച്ച് പുറത്തേക്ക് ഓടുകയാണ്. അപ്പോഴും അവൻ ഒരുപാട് ഓൾഡ് ഫിഷുകൾ അവന്റെ ചുറ്റും ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ജീഗനാണെങ്കിൽ കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരും. അതിനുശേഷം കവാക്കിയും കൂട്ടി ജീഗൻ അവന്റെ ബേസിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങളും ട്യൂബുകളൊക്കെ കവാക്കി കാണും. അടുത്ത നിമിഷം ഡോക്ടർ ആമഡോ അവിടേക്ക് കടന്നു വരും. ജീഗനാണെങ്കിൽ ആമഡോയോട് പറയും, എന്റെ അവസാനത്തെ ആളെയും ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അതിന് ഡോക്ടറും ഓക്കെ പറയും. അതിനുശേഷം ജീഗനാണെങ്കിൽ ഇപ്പൊ കവാക്കിയുടെ കയ്യിൽ തൊട്ട് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിൽ കവാക്കി അവൻ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഞെട്ടി എഴുന്നേക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.